ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇറാന് ഈ ലോകത്തെ തന്നെ സ്തംഭിപ്പിക്കാൻ കഴിയും. അത്തരത്തിൽ ചില പരീക്ഷണങ്ങൾ ഈ യുദ്ധകാലത്ത് നടന്നിരുന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാന് ഏത് നിമിഷവും ഉപരോധിക്കാൻ കഴിയും. പൂർണ്ണമായി തന്നെ അതിൽ ഗതാഗതം നിർത്തിവെപ്പിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് ഈ യുദ്ധ കാലയളവിൽ തന്നെ ഇറാൻ തെളിയിച്ചിട്ടുള്ളതാണ്. ഭാവിയിൽ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ഇറാൻ ഈ ഒരു കടലിടുക്ക് ഉപയോഗിച്ചേക്കാം. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. കാരണം അവരുടെ കയ്യിൽ തന്നെയാണ് ഹോർമൂസിന്റെ പിടി മുഴുവൻ ഉള്ളത് എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഏതായാലും അതിലൊക്കെ ഒരു ഇളവിന് വേണ്ടിയിട്ട് അമേരിക്ക ചില ആനുകൂല്യങ്ങളും ഉറപ്പുകളും ഇറാന് നൽകിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. പക്ഷെ എന്താണ് എന്നതിൽ വ്യക്തമാക്കുന്നില്ല. ഒപ്പം തന്നെ ഹോർമുസ് കടലെടുക്ക് മാത്രമല്ല, ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് എന്ന് പറയുന്ന കടലെടുക്കും ഇറാന് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ കഴിയും. അതായത് ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ലോക വ്യാപാരം, അതായത് ഊർജ്ജ വ്യാപാരത്തെ മിഡിൽ ഈസ്റ്റിനെ ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ തളച്ചിടാൻ കഴിയും. ഒപ്പം തന്നെ ഈ മറ്റ് ജലപാതയായ ചെങ്കടൽ വഴിയുള്ള ആ ജലഗതാഗത റൂട്ടും ബ്ലോക്ക് ചെയ്യാൻ കഴിയും എന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന വിവരം. അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഭാവിയിൽ ഇറാൻ ഇതൊക്കെ ഉപയോഗിച്ചേക്കാം എന്ന് തന്നെയാണ്.